ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയുമായാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ പുറംഭാഗം നല്ല മൊരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്ന് 1 മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അരയുന്നില്ലെങ്കിൽ ഒരു 2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചിട്ട് അരക്കരുത്, കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ലൂസാക്കി കളഞ്ഞാൽ നമുക്കിത് ശരിക്കും ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഇതായോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് കൈ മുക്കിയെടുക്കണം. എന്നിട്ട് ഒരു ചെറിയ ഭാഗം ഉരുളയാക്കി നമുക്കൊന്ന് നോക്കാം. ഇത് ഉരുട്ടുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ്. ഇപ്പൊ ഇതെന്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പൊ നമ്മളുടെ മാവ് കറക്റ്റ് ആണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പൊ ഈ മാവ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. അപ്പൊ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി ഇതൊരു 6 മണിക്കൂർ ഒന്ന് ഫെർമെന്റ് ആവാനായിട്ട് വെക്കണം. ഇപ്പൊ ഏകദേശം 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് അധിക സമയം വെച്ച് പുളിപ്പിച്ച് കളയരുത്. മാക്സിമം ഒരു 6 മണിക്കൂറേ വെക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വൈകിട്ടത്തേക്ക് വട ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ ഇതുപോലെ അരച്ചു വെച്ചാൽ മതിയാവും. ഒരുപാട് വെച്ച് പുളിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വട ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു പുളിരസം വരും. അതുണ്ടാവരുത്. കറക്റ്റ് 6 മണിക്കൂർ ആകുമ്പം ഉപയോഗിക്കണം. ഇപ്പൊ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് കുരുമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുട്ടികളുള്ളതുകൊണ്ട് ലേശം ഒന്ന് കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് വെക്കരുത്. ഇതിൽ നിന്ന് വല്ലാതെ വെള്ളം ഇറങ്ങും. പിന്നെ ഇതാകെ ലൂസായി പോവും. ഇനി വട ഉണ്ടാക്കിയെടുക്കാം. 2 കൈയും ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം. നമ്മൾ ഉരുള ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ നനവുണ്ടായിരിക്കണം. ഇതുപോലെ ഒരു ചെറിയ ഉരുള എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇടത് കൈ നനച്ചിട്ട് അതിലേക്ക് ഈ ഉരുള വെച്ചു കൊടുക്കാം. ചൂണ്ടുവിരല് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വലത് കൈയിലേക്ക് ഇത് മാറ്റാം. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഉരുള വേണമെങ്കിൽ ഇച്ചിരി ചെറുതാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇത് എണ്ണയിലോട്ട് ഇടുമ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് പൊന്തി വരുന്നുണ്ട്. അതുകൊണ്ട് ലേശ ഉരുള ഒന്ന് ചെറുതായാലും കുഴപ്പമില്ല. വടയുടെ ഷേപ്പ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പം ശരിയായിക്കോളും. ഷേപ്പ് ശരിയായില്ലെന്നും കരുതി വിഷമിക്കൊന്നും വേണ്ട. സ്പൂണിലാണേലും ഇതുപോലെ കോരിയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ വടയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ കുറെ വട ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ വടയോ 2 വടയായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഒരുമിച്ച് ഒരുപാടെണ്ണം ഇട്ടിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ വട മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റാവുന്നതാണ്. ഇപ്പൊ ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി വരുന്ന വടകൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മാവ് അരച്ച ഉടനെ തന്നെ വട ഉണ്ടാക്കി എടുക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വട കിട്ടത്തില്ല. ഇതുപോലെ ഫെർമെന്റ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കടയിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള മൊരിഞ്ഞ വട വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് രാവിലെയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എടുക്കണമെങ്കിൽ തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഇതുപോലെ അരച്ചു വെച്ചിട്ട് കിടന്നാൽ മതി.
ഹൈ ഫ്ലെയിമിൽ ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ പുറം വശം അങ്ങ് മുരിഞ്ഞു പോവും, ഉള്ളു വേവത്തുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പിൽ വട ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ടേബിൾ സ്പൂൺ കാണുമല്ലോ, വലിയ സ്പൂണ്, അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിലേക്ക് കുറച്ച് മാവ് കോരിയെടുക്കാം. അതിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ടുവിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇപ്പം ഞാനിത് കാണിച്ച പോലെ തന്നെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് എണ്ണയിലേക്ക് കമത്തി കാണിച്ചാൽ മതി. അതങ്ങ് വീണോളും. ഒരുപാട് പൊക്കിയല്ല, എണ്ണയുടെ അടുക്ക കൊണ്ടുവന്നിട്ട് സ്പൂൺ കമത്തിയാൽ മതി, അത് അതിലേക്ക് വീണോളും. വടയുടെ ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഒരുപാട് വലുതാവത്തില്ലെന്നേ ഉള്ളൂ, എന്നാലും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പൊ ആദ്യത്തെ ബാച്ച് വടയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഷേപ്പ് ഒക്കെ ശരിയായിക്കോളും. കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഫെർമെന്റ് ചെയ്യാതെ ഉണ്ടാക്കുന്ന വടയുമായിട്ട് ഇതിന് ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ വട ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ മാത്രം ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി അരച്ചിട്ട് നമുക്കിത് കഴിക്കാം. ഇപ്പൊ കണ്ടോ, ഈ വട കണ്ടോ നോക്കി, നല്ലതായിട്ട് ഇത് മൊരിഞ്ഞിരിക്കുകയാണ്. ഉള്ളു കണ്ടോ, നല്ല പഞ്ഞു പോലെ തന്നെ സോഫ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.